ഒന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടില്ല. ഫാൻസിലുള്ളത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. സൂര്യക്ക് വേണ്ടി പോവാം, അത്രേ ഉള്ളൂ. ആയൊക്കെ അടിച്ച് കലക്കിയിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ട ബോക്സ് ഓഫീസ് കിങ്ഡം തിരിച്ചെടുക്കാനായിട്ട് ദ ഗോഡ് ലെവൽ കംബാക്കുമായിട്ട് സൂര്യ എത്തുന്നു. കറുപ്പ് ഡയറക്ടർ ബൈ RJ ബാലാജി. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇന്ദ്രൻ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ സായി അബേക്കറിന്റെ കത്തിക്കലുണ്ട്. അപ്പോൾ കറുപ്പ് കണ്ടിറങ്ങി കുറച്ചുകൂടെ എങ്ങനെയായിരുന്നു റിവ്യൂ എന്ന് വെച്ചാൽ നേരെ റിവ്യൂലേക്ക്. അല്ല, തിയേറ്ററിൽ കാണാനുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അവിടെ മൊത്തത്തിലൊരു ആവറേജ്. സെക്കൻഡ് ഹാഫ് നമ്മളെ ഒരു പാസ് ഓവർ ആയി അങ്ങനെയൊന്നുമില്ല, ഓവറല്ല. തിയേറ്റർ മൂവ്മെന്റ്സ് കുറെ ഉണ്ട്, ഇമോഷണൽ അതും ഉണ്ട്. പക്ഷെ ഒരു മൊത്തത്തിലൊരു എവറേജ്. ഓക്കെ, എന്താണ് ഒരു മാസ് കൊമേഴ്ഷ്യൽ പരിപാടി വർക്കാവില്ല. അതൊക്കെ മാസൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിലൊരു എന്തൊരു മിസ്സിംഗ് ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഫാൻസിനുള്ള ട്രീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫ് പോരാ. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയേ? എന്താണ് നെഗറ്റീവ് ഇഷ്ടപ്പെട്ടില്ല. കഥ പോരാ. പക്ക ഒരു ഫസ്റ്റ് ഹാഫ് ടോട്ടൽ പീക്കാണ്. സെക്കൻഡ് ഹാഫ് ആ ഒരു ലെവല് വന്നെന്ന് വെച്ചാൽ വന്ന്. പക്ഷേ ടോട്ടൽ പടം പൊളിയാണ്. പൊളിയെന്ന് വെച്ചാൽ പൊളി. നമ്മളിപ്പോൾ ഫാൻസാണ് ഇറങ്ങിയത്, നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടൂല. അടുത്ത ഷോ വരുമ്പോൾ അവിടെ ചോദിച്ചു. ഓക്കെ, ഒരുവിധം വിചാരിച്ചതിനെക്കാട്ടിലും ഒരുവിധം നല്ല പടമായിരുന്നു. ഓക്കെ ആയിരുന്നു. ഒരു എബോവ് ആവറേജ് ഫീൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ഒരു മാസ് പരിപാടി സെക്കൻഡ് ഹാഫ് ഇത്തിരി ലോ അങ്ങനെ ചെറുതായിട്ട്. ബട്ട് പടം കൊള്ളായിരുന്നു. നമുക്ക് സൂര്യണ്ണന്റെ ഒരു കംബാക്ക് ആയിട്ട് തന്നെ. എന്താണ് ഒരു സ്ഥിരം ഒരു പാസം ഇമോഷണൽ പാർട്ടാണോ? അല്ല, ഫസ്റ്റ് ഹാഫ് ഒരുവിധം നല്ല ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് ഓക്കെ, ഫൈനാണ്, കുഴപ്പമില്ല. എന്നാലും ഫാൻസിനുള്ളത് തീർച്ചയായിട്ടും ഫാൻസിലുള്ളത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. പടം ഒരുവിധം നൈസ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും കുഴപ്പമില്ല, എല്ലാവർക്കും പടം കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംബാക്ക് തന്നെയാണ് ബ്രോ. ഒന്നും പറയാനില്ല. സായിയുടെ കത്തിക്കൽ അതെ, എല്ലാം കൊണ്ട് അടിപൊളി തന്നെ ബ്രോ. തൂക്കാണ് ഇത്തവണ തൂക്കാണ്. ഓക്കെ, സൂര്യക്ക് വേണ്ടി പോവാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. എന്താണ് സൂര്യക്ക് വേണ്ടി പോവാം, അത്രയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? നെഗറ്റീവ് ഒരു ഫുള്ള് മേക്കിങ്ങും എല്ലാം കൂടെ കൊണ്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. ഒരു കൺസെപ്റ്റൊക്കെ അത്ര വർക്കായിട്ടില്ല. ഓക്കെ, ഒരു രക്ഷയില്ല. സൂപ്പർ ക്ലൈമാക്സിൽ ഒരു രംഗമുണ്ട്, പോയി കാണണം. സൂര്യയോട് ഒരു വരവ് തന്നെയാണ്. ഓക്കെയാണ് ബ്രോ, പൊളിച്ചടുക്കി. ഓക്കെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയണം, ഇന്ദ്രൻ ചേട്ടന്റെ ആ ഒരു അഭിനയം വേറെ ലെവൽ. ഇന്ദ്രൻ ചേട്ടൻ തമിഴ് സിനിമയ്ക്ക് ഒരു വരായിട്ട് വരാതെ ഒരൊറ്റ പടം മതി ഇന്ദ്രൻ ചേട്ടന്. ഓവർ ഇമോഷണൽ പാസൊക്കെ കയറ്റി അങ്ങനെ സ്ഥിരം ഒരു ഡൗൺ അങ്ങനെ ആയിട്ടില്ല. ഇല്ല ലാഗ് എന്ന് പറയുന്ന സംഭവമില്ല. നല്ല രീതിയിൽ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. RJ ബാലാജി ഹാറ്റ്സ് ഓഫ്, സൂപ്പർ ആയിട്ടുണ്ട്. സായിയുടെ BGM എങ്ങനെയുണ്ട്? കത്തിച്ചു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം BGM ആണ്. BGM ഒരു രക്ഷയില്ല. BGM ഈ പടത്തിന്റെ ഏതൊക്കെ സൂര്യ സ്കോർ ചെയ്യുന്ന സീനെല്ലാം സായി അറിഞ്ഞോ, സായി വിലസി. ഓക്കെയാണ് ബ്രോ. അപ്പൊ ഒരു ഹൈ കഴിഞ്ഞിറങ്ങി. ഫസ്റ്റ് ഹാഫ് ആണ് സത്യം പറഞ്ഞ സൂപ്പർ. പക്ഷേ എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് സെക്കൻഡ് രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. പടം ഫുള്ളായിട്ട് സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റിന്റെ ഒരു ഹൈ കിട്ടിയില്ല. കുഴപ്പമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. കംബാക്ക് ആണ്. കംബാക്ക് ഷുവർ ആണോ? ഓക്കെ, ഇല്ല, ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സൂപ്പർ സെക്കൻഡ് ഹാഫ് ആണ്. കൊള്ളാം, രണ്ടും കൊള്ളാം. ഇമോഷണൽ പാർട്ടൊക്കെ അടിപൊളിയാണ്. സായിയുടെ BGM കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫ് ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അടിപൊളി പടം. കുറെ നാളൊക്കെ ശേഷം സൂര്യ ഒരു അടിപൊളി പടം. BGM ഒരു ഗോഡ് ലെവൽ എൻട്രി പരിപാടി. ആയൊക്കെ അടിച്ച് കലക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എന്ത് പ്രതീക്ഷിച്ച് വരണം? പക്ക മാസ് മസാല ഐറ്റം, കൊമേഴ്ഷ്യൽ പരിപാടി. യെസ്.